ഹലോ, എല്ലാവർക്കും ടോണി ചേട്ടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ചൂണ്ടയിട്ട് കുറച്ച് വാളയെ പിടിച്ചില്ലായിരുന്നു, അപ്പൊ നമ്മൾ അവനെ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഒരു പുതിയ മെത്തേഡിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ പോകും, ഒരു വെറൈറ്റി ടേസ്റ്റിലായിരിക്കും. അപ്പം വാള മാത്രമല്ല, നമുക്ക് എല്ലാ ദശക്കട്ടിയുള്ള എല്ലാ മീനുകളും നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും കൂടെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് മസാലയും കൂടി ഇടാൻ പോകുന്നത്. അപ്പം എന്തൊക്കെ മസാലയാണ് നമ്മൾ ഇടാൻ പോകുന്നതെന്ന് നോക്കിക്കോണം. അപ്പം നമ്മൾ ചെറിയ ഉള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ്. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് അത്ര മതി. അത്യാവശ്യം നമ്മുടെ മസാലയും മീനിന്റെ കണക്കൊക്കെ അനുസരിച്ച് നമ്മൾ മസാലയൊക്കെ ഇട്ടോണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, നമ്മൾ അതിന്റെ കൂടെ തന്നെ ഇച്ചിരി മീറ്റ് മസാലയും, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. കായപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. നോക്കിക്കോണം എന്തോരം ഇടുന്നതെന്ന് കേട്ടോ നമ്മൾ ഇതിന്. അപ്പം നമ്മൾ അതും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചിങ്ങി എടുത്തു. ഇനി നമുക്ക് വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന മീനിലോട്ട് നല്ല പോലെ മസാല അങ്ങോട്ട് പൊതിയാം. എല്ലായിടത്തും നല്ല രീതിയിൽ പറ്റത്തക്ക രീതിയിൽ നല്ല പോലെ മസാല അങ്ങോട്ട് പെരട്ടി വെക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മസാല മുഴുവൻ ഇതിന് ആവശ്യമില്ല. നമ്മൾ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മസാല നന്നായിട്ട് പെരട്ടി എടുക്കുന്നത് കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമ്മൾ ഇത് ആദ്യം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം തീരാറായി, ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവനെ ഒന്ന് നല്ല പോലെ പൊതിഞ്ഞ് അങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു മൂടി കൊണ്ട് അങ്ങോട്ട് മൂടുക. എന്നിട്ട് നമ്മൾ ഇവനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇവനെ എടുക്കാൻ പോകുന്നത് പുറത്തോട്ട്. അപ്പം നമ്മൾ ഇവനെ ഒന്ന് മൂടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാം. അങ്ങനെ നമ്മളിത് 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചാൽ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ള പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കേട്ടോ. അപ്പം വെളിച്ചെണ്ണ അങ്ങോട്ട് കൂടുതൽ ഒഴിച്ചതിന് ശേഷം നമ്മളിതാ നമ്മുടെ മീനെ അങ്ങോട്ട് എടുത്തിടുവാണ് കേട്ടോ. വറക്കാനായിട്ട് പോവുകയാണ്. നമ്മളവനെ പറക്കി അങ്ങോട്ട് ഇടുവാണേ. നമുക്ക് പറക്കി അങ്ങോട്ട് ഇടുമ്പോഴേക്കും നല്ല അടിപൊളി മണവും ഒക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. നമ്മുടെ മസാലയുടെ മണമൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇടുങ്ങും നമ്മളങ്ങോട്ട്. അങ്ങനെ നമ്മൾ മീനെ എല്ലാം പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് വരായിരിക്കും. നമ്മൾ കുറച്ച് ഫാസ്റ്റ് അടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മീനെ എല്ലാം കൂടെ പറക്കി ഇട്ടു. ഇനി നല്ല ഒന്ന് മൊരിഞ്ഞ് വരണം. നമ്മൾ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവനൊന്ന് മൊരിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാലയില്ല, അതിനകത്തോട്ടൊരു 3/4 തക്കാളിയും ഒരു 2-3 ചെറിയുള്ളിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാ പേസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളൊരു തക്കാളിയുടെ അളവ് ഇച്ചിരിയുടെ കൂട്ടിക്കണം. അപ്പോൾ ഇച്ചിരി ഗ്രേവി മോഡലിൽ കിട്ടുവേ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ വെക്കുവാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം പരുവത്തിൽ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ മീനിപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വില ഒന്ന് മറിച്ചിടാവേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിടുവാണ്. പൊടിഞ്ഞൊന്നും പോകത്തില്ല, പേടിക്കണം. നല്ല ദശക്കട്ടിയുള്ള മീനാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് മറിച്ചിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ എല്ലാ പീസും മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അടുത്ത സൈഡ് കൂടെ ഒന്ന് മൊരിയാൻ വേണ്ടി കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിനൊന്ന് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം മുകളിൽ ഇങ്ങനെ കറിവേപ്പില ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കറിവേപ്പിലയുടെ കൂടെ. ഇതിനായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് കറിവേപ്പില നമ്മൾ ഓരോന്നായിട്ട് അടത്തി എടുത്തതിന് ശേഷം നമ്മൾ അതങ്ങോട്ട് ഇടാൻ പോവുകയാണ്. അതെ, ഇതുപോലെ അങ്ങോട്ട് എല്ലാത്തിൻ്റെയും മുകളിൽ അങ്ങോട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ മീൻ ഇതാ മൊരിഞ്ഞു ഏകദേശം. നമ്മളിനി മീനെ എല്ലാം കൂടെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ മീനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരു ചെറിയൊരു പാത്രത്തിലോട്ട് നമ്മൾ ബാക്കിയുള്ള ഈ എണ്ണ ഊറ്റി അങ്ങോട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ എണ്ണയെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ എണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. എണ്ണ അങ്ങോട്ട് ചൂടായതിനു ശേഷം നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയില്ലേ, തക്കാളിയൊക്കെ ഇട്ട് വെച്ച മസാല, അവനെ അങ്ങോട്ട് എടുക്കുക. അവനെ അങ്ങോട്ട് ഇട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാൻ പോവാണേ. അപ്പോൾ ഇതാ ഇട്ടു അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ തക്കാളിയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരുന്നുണ്ട്. നല്ലതായിട്ട് കുറുകി അങ്ങോട്ട് വരണേ. ഈ മസാല അങ്ങോട്ട് എണ്ണയിൽ കിടന്ന ഒരു ഡാർക്ക് കളറാണ്. റെഡ് കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറിലോട്ട് വരുമ്പോഴേക്കുമാണ് നമ്മൾ നമ്മുടെ മീനെ അങ്ങോട്ട് തട്ടാൻ പോകുന്നത്. അപ്പം നോക്കിക്കണം. അപ്പം നമുക്ക് ഇത് ഗ്രേവി മോഡലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ചുകൂടെ കൂട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ആ കളർ ഏകദേശം നോക്കിക്കോണം കേട്ടോ. നന്നായിട്ട് അപ്പം ഇല്ലെങ്കിൽ തക്കാളിയുടെ ആ പച്ചക്കറിയൊക്കെ വരും. ഇത് നന്നായിട്ടൊരു റോസ്റ്റ് പരുവത്തിൽ വരണം കേട്ടോ. നന്നായിട്ട് നമ്മൾ പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഇവരെ അങ്ങോട്ട് കേട്ടോ. തക്കാളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്, പറ്റി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാകും.
ഏകദേശം കളറൊക്കെ നല്ല രീതിയിൽ തന്നെ മാറി. ഇതാ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതാ മീനെ അങ്ങോട്ട് നമ്മൾ പിറക്കി ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് ചെറിയ ചെറിയ പൊടികളൊന്നും ഇടരുത്. നമ്മൾ നമ്മുടെ മീനൊന്നും പൊടിച്ചിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പൊരിഞ്ഞിട്ടുകൊണ്ട് നല്ല സെറ്റായിട്ടുണ്ട് സാധനം കേട്ടോ. ഇനി നമ്മൾ മസാലയിലോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. മസാല എല്ലായിടത്തും പിടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഇവരെ ഒന്ന് 2-3 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. നമ്മളിപ്പം ഡ്രൈ ആക്കി എടുക്കുന്നതാണ്. ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കും. ഗ്രേവി ആയിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പം ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുകയാണ്. നമ്മളെല്ലാം റെഡിയായി, നല്ല അടിപൊളി കണ്ടോ സെറ്റാണ്. ഇതിന്റെ മസാലയ്ക്ക് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കണ്ടല്ലോ ഇപ്പൊ തന്നെ ആ ഗ്രേവിയൊക്കെ റോസ്റ്റ് ആയതിന്റെ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ്. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ എന്നാ അടിപൊളി ടേസ്റ്റ് ആണെന്ന് അറിയോ. ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പിന്നെ ഇതുപോലെ വെക്കത്തുള്ളൂ. നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ വ്ലോഗ്സ് വരുന്നതായിരിക്കും. നന്ദി.